ഇതൊരു സ്കിൻ വൈറ്റനിങ് ക്രീം ശരിയാവും ചിലർക്ക് ശരിയാവില്ല തെറ്റായ ധാരണകൾ ഉണ്ടായിരിക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. പ്രൊഡക്റ്റ് വേറൊന്നല്ല, കമ്പനിയിൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ക്രീമിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു, എന്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് പോകുന്നത്. പിന്നെ അത് ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്കായിരിക്കും നല്ലത്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ മോയ്സ്ചറൈസറിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യും, വീട്ടിൽ ഏതാണോ വാങ്ങിക്കുന്നത് ആ മോയ്സ്ചറൈസർ തന്നെ കൈമയും കാലുമയും മുഖത്തൊക്കെ എടുത്ത് പുരട്ടും. എനിക്കെൻ്റെ സ്കിൻ ടൈപ്പ് പോലും ഏതാണെന്നൊന്നും എനിക്ക് അറിയാനുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ കുറച്ചും കൂടിയും അറിയാനും കുറച്ചും കൂടിയും വാങ്ങാനൊക്കെ തുടങ്ങിയത്. എനിക്ക് എൻ്റെ സ്കിൻ ടൈപ്പിനെ പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങാനൊക്കെ ആയിട്ട് തുടങ്ങിയത്, യൂസ് ചെയ്യാനും തുടങ്ങിയത്. ഇതാണ് സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസിങ് ക്രീം. കുറെ പേര് യൂസ് ചെയ്തിട്ട് അടിപൊളിയാണ്, സൂപ്പറാണ്, നല്ലതാണെന്നൊക്കെ പറയുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ പറയാം എനിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറയാം, എന്റെ എക്സ്പീരിയൻസ് പറയാം. ഇത് മെയിൻ ആയിട്ട് സെൻസിറ്റീവ് സ്കിന്നുകാർക്കുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. പക്ഷെ ഇതിൽ ഇവർ പറയുന്നുണ്ട് ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർ സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിൻ, നിയാസിനാമൈഡ്, പിന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, പിന്നെ പാന്തനോൾ. ഇതൊക്കെയാണ് ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമിന്റെ ഇൻഗ്രീഡിയൻസ്, മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെ ഇത് സ്കിൻ സെൻസിറ്റിവിറ്റിയുടെ 5 സയൻസിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനെസ്, ഇറിറ്റേഷൻ, ടഫ്നെസ്, ടൈറ്റ്നെസ്, വീക്കെൻഡ് സ്കിന്ന്, ഇതിനൊക്കെ ഇത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 10 മന്ത് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഞാൻ അത് എത്രത്തോളം ഊറ്റിയെടുത്തിട്ടുണ്ടെന്ന്. ഇത് മെയിൻ ആയിട്ട് സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ് പറയുന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് കൂടുതലും മാച്ച് ആയി പോവുക സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ആയിരിക്കുന്നതാണ്. ഈ രണ്ട് സ്കിൻ ടൈപ്പുകാർക്കും ഇത് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകും. ഓയിലി സ്കിന്നുകാർക്ക് ഇത് മാച്ച് ചെയ്ത് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഓക്കെ ആയിരിക്കും, ചിലർക്ക് ഓക്കെ ആയിരിക്കില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറയില്ല. അതുപോലെ എന്റെ ചേച്ചിയുടെ ഓയിലി സ്കിന്നാണ്, അവൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ചേച്ചിക്ക് ഇത് യൂസ് ചെയ്തപ്പോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഏത് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചെറിയ ട്യൂബ് വാങ്ങിക്കുക. ഇത് 80 ഗ്രാമിന്റെ ആണ്. ഇതിന്റെ ചെറുത് കിട്ടും 200 സംതിങ് അങ്ങടാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. 200 കിട്ടും. അപ്പൊ അത് വാങ്ങിക്കുക. അത് വാങ്ങിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല, വലിയ സ്മെല്ലൊന്നുമില്ല ഗൈസ്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കഴിയാറായി. അങ്ങനെയാണ് ഇത് കാണുമ്പോൾ. ശരിക്കും ഒരു ഫാർമസിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഓയിൽമെന്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ ഒക്കെ. ഇത് നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് അടിപൊളിയായിരിക്കും ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് ഹൈഡ്രേറ്റ്സ് ഫോർ 48 hours എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 48 hours ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഹൈഡ്രേറ്റ് ഒന്നും ചെയ്ത് വെക്കുന്നില്ല. പക്ഷേ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. 48 hours ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഇല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ചിലർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് തെറ്റായ ധാരണകൾ ഉണ്ടായിരിക്കാം. ഇതൊരു സ്കിൻ വൈറ്റനിങ് ക്രീം ആണോ, ഇത് ഇട്ട് കഴിഞ്ഞാൽ മുഖം വെളുത്തിട്ട് പാറോന്നൊക്കെ. ഇത് സ്കിൻ വൈറ്റനിങ് ക്രീമും കുന്തോന്നല്ല ഗൈസ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആക്കി വെക്കുക. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അല്ലാതെ നമ്മുടെ മുഖം വെളുപ്പിക്കുക എന്നുള്ളതല്ല. ഇതൊരു അടിപൊളി മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ്. വെറുതെ എല്ലാ ആൾക്കാർ ഇതിന് നല്ല റിവ്യൂ പറയുന്നത്, നല്ലതാണ് അടിപൊളിയാണെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇത് അടിപൊളി മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാരുടെ കൂടെയും മാച്ച് ആയി പോകുന്നു എനിക്ക് തോന്നുന്നു. എന്റേത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇതൊരു അടിപൊളി മോയ്സ്ചറൈസിങ് ക്രീം ആണ് ഗൈസ്, സൂപ്പർ മോയ്സ്ചറൈസിങ് ക്രീം ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ നല്ല അടിപൊളിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് വെക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾ കണ്ണും കൂട്ടി ഈ ഒരു ഐറ്റം വാങ്ങിച്ചോളൂ, അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.